ഇതിൽ നമുക്ക് നെക്സ്റ്റ് പോർഷനായിട്ട് വരുന്നതെന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡ്സിൻ്റെ കേസുകളാണ്. അതായത് നമ്മുടെ അലീഫാറ്റിക് ആൻഡ് അറോമാറ്റിക് ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ്സിൻ്റെ കേസുകളാണ് ഇതിനകത്ത് പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ്ലി അങ്ങനെയാണ് പോകുന്നത്. സോ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ COOH ഗ്രൂപ്പുകൾ വരുന്നതാണ് കാർബോക്സിലിക് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ COOH ഗ്രൂപ്പുകൾ വരുന്നതാണ് നമ്മുടെ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ആൻഡ് കാർബോക്സിലിക് ആസിഡ് വിച്ച് കണ്ടെയ്നിങ് ഓഫ് 1, 2 and 3 carboxyl group, they are known as mono, di and tricarboxylic acids. അതായത് നമ്മുടെ കാർബോക്സിലിക് ആസിഡ്സിൻ്റെ ആ ഒരു എണ്ണത്തിനനുസരിച്ച്, ഇപ്പോൾ ഒരെണ്ണമാണ് ഉള്ളതെങ്കിൽ നമുക്കതിനെ മോണോ എന്ന് പറയാം, 2 എണ്ണമാണെങ്കിൽ നമ്മളിതിനെ ഡൈ എന്നും, അതേസമയം 3 എണ്ണമാണെന്നുണ്ടെങ്കിൽ ട്രൈ എന്നും പറഞ്ഞിട്ടായിരിക്കും നമ്മൾ കാർബോക്സിലിക് ആസിഡുകളെ പറയുന്നുണ്ടാവുക. അതേപോലെ തന്നെയാണ് ഇത് നമ്മൾ അലീഫാറ്റിക്, അലീസൈക്ലിക്, അരോമാറ്റിക് എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക. ആൻഡ് ദീസ് മേ ബി ഫർദർ സബ് ഡിവൈഡഡ് ഇൻറ്റു സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ്. സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും നമുക്കറിയാം ഡബിൾ ബോണ്ടിൻ്റെയും സിംഗിൾ ബോണ്ടിൻ്റെയും പ്രസൻസിൽ, അല്ലെങ്കിൽ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടും സിംഗിൾ ബോണ്ടുകളുടെയും പ്രസൻസിന് ഇടയിലാണ് നമ്മൾ ഈ സാച്ചുറേറ്റഡ് എന്നും അൺസാച്ചുറേറ്റഡ് എന്നൊക്കെ പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഹൈഡ്രോക്സി ഗ്രൂപ്പ്, അതുപോലെ തന്നെ അമിനോ, ഹാലോ സബ്സ്റ്റിറ്റ്യൂട്ട് കാർബോക്സിലിക് ആസിഡ്സ് എല്ലാം തന്നെയും ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ മോണോ കാർബോക്സിലിക് ആസിഡ്സ്, അതായത് നമ്മുടെ അലീഫാറ്റിക്കും അരോമാറ്റിക്കുമായിട്ടുള്ള മോണോ കാർബോക്സിലിക് ആസിഡ്സിന് എക്സാമ്പിൾസ് അവിടെ പറയുന്നുണ്ട്. ഫോമിക് ആസിഡ്, സിനമിക് ആസിഡ്, അതുപോലെ തന്നെ നമ്മുടെ അസറ്റിക് ആസിഡ്. ഇതെല്ലാം നമ്മൾ പോകുന്നത് അലീഫാറ്റിക്കിന് എക്സാമ്പിൾസ് ആയിട്ടാണ് ഇതെല്ലാം നമ്മൾ പറഞ്ഞു പോകുന്നുണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് അലീസൈക്ലിക് വരുന്നുണ്ട്. അലീസൈക്ലിക്കിൽ സൈക്ലോബെൻസിൻ കാർബോക്സിലിക് ആസിഡ്, പിന്നെ അരോമാറ്റിക് വരുമ്പോഴത്തേക്കും നമ്മുടെ ബെൻസോയിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, ഇതൊക്കെ നമ്മൾ അരോമാറ്റിക് ആയിട്ടുള്ള മോണോ കാർബോക്സിലിക് ആസിഡുകളുടെ എക്സാമ്പിൾസ് ആയിട്ടാണ് പറയുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഡൈ എന്നും ട്രൈ എന്നും കാർബോക്സിലിക് ആസിഡുകൾ വരുന്നുണ്ട്. അതിൽ നമുക്ക് അരോമാറ്റിക് ആയിട്ട് നമുക്ക് താലിക് ആസിഡിൻ്റെ എക്സാമ്പിൾസ് കൊടുക്കാം. അതുപോലെ ഓക്സാലിക് ആസിഡ്, മാലോണിക് ആസിഡ്, സക്സിനിക് ആസിഡ് ഒക്കെ നമ്മുടെ അലീഫാറ്റിക്കിന് നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്ന സാധനമാണ്. ഇനി ദ അലീഫാറ്റിക് മോണോകാർബോക്സിലിക് ആസിഡ്സ് ആർ നോൺ ആസ് ഫാറ്റി ആസിഡ്. ഈ ഒരു അലീഫാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഫാറ്റി ആസിഡ് എന്നും പറയുന്നുണ്ടാവുക. ഈ ഒരു ഫാറ്റി ആസിഡ്സിലെ ഫൗണ്ട് ചെയ്യുന്ന ഈ ഫാറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ, അതിൻ്റെ തന്നെ എസ്റ്റേഴ്സിൻ്റെ ഫോർമേഷനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്ത് വരുന്നതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്ട്രക്ചർ ആൻഡ് യൂസസ് ഓഫ് കാർബോക്സിലിക് ആസിഡ്. നമ്മുടെ കാർബോക്സിലിക് ആസിഡുകളുടെ സ്ട്രക്ചറും അതുപോലെ തന്നെ അതിൻ്റെ യൂസ് എന്താണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞു വരുന്നുണ്ടാവുക. സോ നമുക്ക് നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചർ ആൻഡ് യൂസസ് ഓഫ് ദി കാർബോക്സിലിക് ആസിഡാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, HCOOH ഗ്രൂപ്പുകളാണ് നമ്മുടെ കാർബോക്സിലിക് ആസിഡിൽ വരുന്നുണ്ടാവുക. സോ ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ സ്ട്രക്ചർ പോകുന്നതിൽ തന്നെ sp2 ഹൈബ്രിഡൈസേഷൻ വരുന്നതും അതേപോലെ തന്നെ sp3 ഹൈബ്രിഡൈസേഷൻ വരുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് പറയുന്നുണ്ട്. സോ ഇതിനകത്ത് നമ്മൾ ആ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം നമ്മുടെ ഫോമിക് ആസിഡിൽ. സോ അത് ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഫോമിക് ആസിഡിൻ്റെ സ്ട്രക്ചർ ആദ്യം പറയുന്നത് HCOOH ഗ്രൂപ്പുകളാണ് ഫോമിക് ആസിഡിൽ. COOH ഗ്രൂപ്പ് വരുമ്പോൾ നമ്മുടെ കാർബോക്സിലിക് ആസിഡായി. സോ അതിൽ തന്നെ നമ്മൾ എന്തും കൂടെ വന്നിരിക്കുന്നു, HCOH വന്നാൽ നമ്മുടെ ഫോമിക് ആസിഡ് ആയിരിക്കുകയാണ്. സോ കാർബൺ ആറ്റം ഓഫ് ദി ഫോമിക് ആസിഡ് ഈസ് sp2 ഹൈബ്രിഡൈസ്ഡ് ആൻഡ് ഫോം 3 സിഗ്മ ബോണ്ട്. അതായത് നമ്മുടെ ഈ ഫോമിക് ആസിഡിൽ കിടക്കുന്ന ഈ കാർബൺ ആറ്റം എന്ത് ചെയ്യുന്നുണ്ട്, 3 സിഗ്മ ബോണ്ടുകളായിട്ട് മാറുന്നുണ്ട്. എങ്ങനെ, sp2 ഹൈബ്രിഡൈസേഷനിൽ വന്നതിന് ശേഷം. ആൻഡ് ദെൻ 1 വിത്ത് s ഓർബിറ്റൽ ഓഫ് ദി ഹൈഡ്രജൻ ആൻഡ് 2 with that of the 2 oxygen atoms, and 1 unhybridized pz orbital of the carbon is laterally overlapping with the p orbital of the oxygen. അതായത് നമുക്ക് ഹൈബ്രിഡൈസേഷനിൽ ഏർപ്പെടാതെ നിൽക്കുന്ന pz ഓർബിറ്റൽ ഉണ്ട്. സോ ഈ ഒരു pz ഓർബിറ്റൽ, അതായത് നമ്മുടെ കാർബണിൻ്റെ pz ഓർബിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, p ഓർബിറ്റലായിട്ടുള്ള നമ്മുടെ ഓക്സിജൻ്റെ p ഓർബിറ്റലുമായിട്ട് ലാറ്ററലി ഓവർലാപ്പ് ചെയ്തുകൊണ്ട് ഒരു പൈ ബോണ്ട് വരികയാണ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ COH ബോണ്ട് എന്ത് ചെയ്യുന്നു, sp3 ഹൈബ്രിഡ് ഓക്സിജനുമായിട്ട് മാറുകയാണ് ചെയ്യുന്നുണ്ടാവുക. ഇതിനകത്ത് തന്നെ നമുക്ക് ആ ഒരു റിയാക്ഷൻ, അതായത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ആ ഒരു റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നുണ്ടാവും. HCOH, അതായത് നമ്മുടെ ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടിൻ്റെയും ഒക്കെ ചേഞ്ചുകൾ വരുന്നൊരു കേസാണ് അവിടെ പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് വരുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഫോമിക് ആസിഡിൻ്റെ കാര്യമാണ് പറയുന്നത്. എങ്ങനെ, HCOOH
HCOH ഗ്രൂപ്പുകൾ നമുക്ക് വരുന്നുണ്ട് അല്ലേ. HCOH ഗ്രൂപ്പുകൾ വരുമ്പോൾ എന്താണ് COOHകളാണ് വരുന്നത് അല്ലേ. അതിൽ ഒരെണ്ണം എന്നോട്ടേക്ക് പോകുന്നുണ്ട്, ഈ ഒരു പോർഷനിലേക്ക് നമുക്ക് ഡബിൾ ബോണ്ടുകളായിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഇവിടെ നമ്മുടെ ഓക്സിജൻ്റെ അറ്റോമിക് നമ്പറും അതിനനുസരിച്ചിട്ടുള്ള എലമെൻറ്റുകളും ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഔട്ടർ മോസ്റ്റിൽ നമുക്ക് 6 ഇലക്ട്രോൺസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ അപ്പം അതിൻ്റെ നമ്മളിവിടെ 2 ഇലക്ട്രോൺസിനെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ ഒരു O ഗ്രൂപ്പിൽ നമുക്ക് 2 ഇലക്ട്രോൺസും പിന്നെ മേലെ അത് കഴിഞ്ഞിട്ട് അതായത് ടോട്ടലി നമുക്കൊരു 4 ഇലക്ട്രോൺസുകളായിട്ട് മാറുന്നുണ്ട്. സോ ഇവിടെ നിന്ന് നമുക്ക് ഇലക്ട്രോണിൻ്റെ ഒരു ട്രാൻസ്ഫർ എന്നുള്ളൊരു രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ ഡബിൾ ബോണ്ട് ആയിരിക്കുന്ന സാധനം എങ്ങോട്ടേക്ക് മാറുന്നുണ്ടായിരിക്കും, സിംഗിൾ ബോണ്ടിലോട്ടും. അതേസമയം സിംഗിൾ ബോണ്ട് ഇരിക്കുന്ന സാധനം എന്തിലോട്ടും മാറുന്നുണ്ടായിരിക്കും, നമ്മുടെ ഡബിൾ ബോണ്ടിലായിട്ടും ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇതിനകത്തോട്ട് മാറുന്നുണ്ടാവുക. കണ്ടോ ഇവിടെ അപ്പം വരുമ്പോൾ എന്തായി, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എന്ത് വന്നു, നമ്മുടെ ഡബിൾ ബോണ്ടുകൾ നേരത്തെ കിടന്ന സിംഗിൾ ബോണ്ട് മാറി ഇവിടെ എന്തായി കഴിഞ്ഞു, ഡബിൾ ബോണ്ടായിട്ട് മാറിക്കഴിയാണ്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, വീണ്ടും നമുക്ക് വീണ്ടും എന്ത് ചെയ്യുന്നു, അടുത്തതിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഹൈഡ്രജൻ, കാർബൺ, ഓക്കെ, നമ്മുടെ OH, നമ്മുടെ O ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഡെൽറ്റ നെഗറ്റീവ് ആവുന്ന കേസും അതേസമയം ഇവിടെ നമുക്ക് ഹൈഡ്രജൻ പോസിറ്റീവ് ആവുന്ന കേസും ഒക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ എന്ത് വരുന്നത്, നമ്മുടെ റിസണൻസ് സ്ട്രക്ചർ വരുന്നുണ്ടായിരിക്കുക. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ഫോമിക് ആസിഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ HCOH ഗ്രൂപ്പുകളാണ് ഫോമിക് ആസിഡ്. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടിലോട്ട് മാറുന്നതും സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ടിലോട്ട് മാറുന്നതുമായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ ആ ഒരു സ്ട്രക്ചർ റെസണൻസ് ഹൈബ്രിഡ് ആയിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ കാണിച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് അതിനകത്ത് വരുന്നത് എന്തായിരിക്കും, നമ്മുടെ ഫോമിക് ആസിഡിന് എന്തൊക്കെ യൂസസുകളാണ് വരുന്നത്, ഇതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഓക്കെ, ഇതിൽ നമ്മുടെ ഫോമിക് ആസിഡിൻ്റെ യൂസസുകൾ എന്തൊക്കെയാണ് പറയുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ ഗൗട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഡൈയിങ് ഓഫ് ദി കോട്ടൺ ആൻഡ് വൂൾ ഫാബ്രിക്സ്, അതായത് നമ്മുടെ കോട്ടണും അതുപോലെ തന്നെ വൂൾ ഫാബ്രിക്സും ഉണ്ട് അല്ലേ, അതിൻ്റെയൊക്കെ എന്താണ് ഡൈയിങ്ങിന് വേണ്ടിയിട്ട്, അതായത് കളറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നില്ലേ അതിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻ ടാനിങ് ഫോർ ദി റിമൂവൽ ഓഫ് ദി ലൈം ഫ്രം ദാറ്റ് ഓഫ് ദി ലെതർ, ദെൻ കൊയാഗുലേറ്റിംഗ് ദ റബ്ബർ ലാറ്റക്സ്, നിക്കൽ ഫോർമേറ്റ് എന്ത് ചെയ്യുന്നു, ഒരു കാറ്റലിസ്റ്റ് ആയിട്ട്, അതായത് നമ്മുടെ ഓയിൽസിൻ്റെ ഹൈഡ്രജനേഷൻ മെത്തേഡ് വരുന്നുണ്ട്. സോ അപ്പോൾ ആ ഒരു സമയത്ത് നിക്കൽ ഫോർമേറ്റ് എന്ത് ചെയ്യുന്നു, ആ റേറ്റ് ഓഫ് റിയാക്ഷനെ കൂട്ടാനും കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്നതാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്ത് ചെയ്യുന്നു, ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രിസർവേഷൻ, ഫ്രൂട്ട്സിൻ്റെയൊക്കെ പ്രിസർവേഷന് വേണ്ടിയിട്ടും അതേപോലെ പ്രിസർവേഷൻ ഓഫ് ഫ്രൂട്ട്സും അതേപോലെ തന്നെ ആൻറ്റിസെപ്റ്റിക് ആയിട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാർബൺ മോണോക്സൈഡുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലാബിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ യൂസസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫോമിക് ആസിഡിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് പോർഷനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓക്സാലിക് ആസിഡുകളുടെ യൂസേജിനെ കുറിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഓക്സാലിക് ആസിഡ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ റിഡോക്സ് ടൈട്രേഷന് വേണ്ടിയിട്ട്, റിഡോക്സ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഓക്സിഡേഷനും റിഡക്ഷനും ഒന്നിച്ച് നടക്കുന്ന പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ റിയാക്ഷൻസ് ആണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റിഡോക്സ് റിയാക്ഷനായിട്ടിട്ട് നമ്മൾ ഈ ഓക്സാലിക് ആസിഡിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇങ്ക്, മെറ്റൽ പോളിഷേഴ്സ് അതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ പ്രിസിപ്പിറ്റേറ്റിംഗ് ഏജന്റ് ഇൻ റെയർ എർത്ത് മിനറൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ റെയർ എർത്ത് മിനറൽസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ പ്രിസിപ്പിറ്റേറ്റിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡൈയിങ്ങും അതുപോലെ തന്നെ കാലിക്കോ പ്രിന്റിങ്ങിൻ്റെയൊക്കെ ഒരു മോഡേൺ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫോമിക് ആസിഡ് ലബോറട്ടറിയിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആൽക്കൈൽ ആൽക്കഹോളിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ as a bleaching agent for the removing of the ink stain and for the bleaching straw for the hats by reducing the
ബ്രോസ്ഫെറിക് കോമ്പൗണ്ട്സ് ടു സോളിബിൾ ആൻഡ് കളർലെസ് സോൾട്ട്. അതായത് നമുക്ക് വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന എന്തിലൊക്കെയാണ് നമ്മുടെ ഒരു ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഇങ്കിന്റെ സ്റ്റെയിനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനായിട്ടും, അതേപോലെ തന്നെ ബ്ലീച്ചിങ് സ്റ്റോപ്പ് ദി ഹാറ്റ്സ് ഓഫ് റെഡ്യൂസിങ് ബ്രൗൺ ഫെറിക് കോമ്പൗണ്ട്സ് ടു ദി സോളിബിൾ ആൻഡ് കളർലെസ് സോൾട്ട്. ദെൻ ഓൾസോ വുഡ് പൾപ്പ് ബ്ലീച്ചിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഓക്സാലിക് ആസിഡ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവും. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ താലിക് ആസിഡിന്റെ സ്ട്രക്ചറിനെയാണ് നമ്മൾ പറയുന്നത്. താലിക് ആസിഡ് എന്ന് പറയുമ്പോഴും ഇത് നമ്മുടെ ബെൻസോയിക് ആസിഡിനെ പോലെ തന്നെ, പക്ഷെ ഇതിൽ എക്സെപ്റ്റ് ദാറ്റ് ഈസ് ഹാസ് 2 കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്. നമ്മൾ ഇതുവരെയും പറഞ്ഞതിലെല്ലാം ഒരു COH ഗ്രൂപ്പുകൾ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത് അല്ലേ. പക്ഷെ ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് 2 ഗ്രൂപ്പുകളായിട്ടാണ് പോകുന്നത്. ഓർത്തോ പൊസിഷനിലായിട്ട് നമുക്ക് വരുന്നുണ്ട്. അതായത് നമ്മുടെ ബെൻസീൻ റിങ്ങിന്റെ പോലെ തന്നെ ഇറ്റ് ഗീവ്സ് ഡീലോക്കലൈസ്ഡ് പൈ ഓർ മോളിക്കുലാർ ഓർബിറ്റൽ സ്ട്രക്ചർ ഡ്യൂ ടു ദാറ്റ് ഓഫ് ദി റിസണൻസ്. അതുപോലെ തന്നെ 2 COH ഗ്രൂപ്പുകളും കൂടി നമുക്ക് ഇതിനകത്തോട്ട് വരുന്നതായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ താലിക് ആസിഡിന്റെ സ്ട്രക്ചർ പോകുന്നത് ഈ ഒരു രീതിയിലാണ്. നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അല്ലെ, താലിക് ആസിഡ് എങ്ങനെയാണ് ആ ഒരു സ്ട്രക്ചർ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതായത് നമ്മുടെ എന്ത് ചെയ്യുന്നു, ഡബിൾ ബോണ്ടുകൾ നേരെ മാറി സിംഗിൾ ബോണ്ടിലോട്ട് പോകുന്നതും സിംഗിൾ ബോണ്ട് ഇരുന്നതെല്ലാം ഡബിളിലോട്ട് മാറുന്നതും ഒക്കെ നമുക്ക് ആ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇവിടെ sp2 ഹൈബ്രിഡ് ആയിട്ടുള്ള കാർബൺ ആറ്റംസുകളായിരിക്കും വരുന്നുണ്ടാവുക. സോ ഇതിനകത്ത് നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു താലിക് ആസിഡിന്റെ സ്ട്രക്ചർ നമ്മൾ പറയുന്നുണ്ട്. 2 COH ഗ്രൂപ്പുകളാണ് ഇതിനകത്ത് നമുക്ക് വരുന്നത്. താലിക് ആസിഡിൽ വരുമ്പോഴത്തേക്കും 2 കാർബോക്സിലിക് ആസിഡിന്റെ ഗ്രൂപ്പുകൾ വന്നിട്ടായിരിക്കും താലിക് ആസിഡ് പോകുന്നുണ്ടാവുക. Due to that of the electron withdrawing nature can withdraw the electrons from the pi bond of the aromatic system. ഇതിന്റെ പൈ ബോണ്ടിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസുകളെ വിഡ്രോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ the interaction of the aromatic ring pi bonds with the carboxylic group is not shown above, which will be visualized by the reader. അതായത് നമുക്ക് ഇപ്പോൾ കാണുന്ന രീതിയിൽ തന്നെ അല്ല നമുക്ക് വരയ്ക്കുന്നത്, എല്ലാം ഒരു 3D സ്ട്രക്ചറിലാണ് പോകുന്നത്. ഇതിന്റെ യൂസസ് എന്ന് പറയുന്നത് താലിക് ആസിഡ് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിഗോ, ഫ്ലൂറസൻ അതങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം ഡൈസിന്റെ മാനുഫാക്ചർ, ഇങ്ങനെയുള്ള ഡൈസ് ഇല്ല ഇതിന്റെയൊക്കെ മാനുഫാക്ചറിന് വേണ്ടിയിട്ട്. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ പ്രിപ്പറേഷൻ ഓഫ് ദി പ്ലാസ്റ്റിക്സ് ആൻഡ് പ്ലാസ്റ്റിസൈസിന് വേണ്ടിയിട്ടും. ഡൈമേഥൈൽ താലേറ്റ് ഉണ്ട്, അത് നമ്മുടെ കോമൺ ഒരു മൊസ്കിറ്റോ റിപ്പല്ലന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ദി ഫിനോക്തലിൻ, അതായത് നമ്മുടെ ആസിഡ് ബേസ്ഡ് ടൈട്രേഷനിൽ നമ്മുടെ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫിനോക്തലിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ താലിക് ആസിഡുകളെയാണ് യൂസ് ചെയ്ത് പോകുന്നത്. ദെൻ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാലിസിലിക് ആസിഡിന്റെ കേസാണ് പറയുന്നത് അല്ലെ. സ്ട്രക്ചർ ഓഫ് ദി സാലിസിലിക് ആസിഡ് ഈസ് ഓർത്തോ ഹൈഡ്രോക്സിയൽ ബെൻസോയിക് ആസിഡ്. നമ്മുടെ ഓർത്തോ ഹൈഡ്രോക്സിയൽ ബെൻസോയിക് ആസിഡ് ആയിട്ടാണ് ഇതിന്റെ സ്ട്രക്ചർ പറയുന്നത്. As usual, it has a benzene ring with 6 sp2 hybrid carbon with 6 sp2. അതായത് നമ്മുടെ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള 6 കാർബൺ ആറ്റങ്ങൾ ഇവിടെ വരുന്നുണ്ട്. And sigma bonds and 3 pi bonds by lateral overlapping of the unhybridized p-z orbitals. ഓരോ കാർബണിലെയും ഹൈബ്രിഡൈസ്ഡ് അല്ലാത്ത p-z orbitals ഓവർലാപ്പ് ചെയ്തുകൊണ്ട് 3 പൈ ബോണ്ടുകളും വരുന്നുണ്ട്. And these pi bonds can be delocalized to form a sex test of the electrons. 4 sp2 hybrid carbons form 4 CH sigma bond. 4 sp2 hybrid carbons എന്ത് ചെയ്യുന്നു, 4 CH sigma ബോണ്ടുകളായിട്ടും ഒരെണ്ണം എന്ന് പറയുന്നത് എന്താണ്, 1 from each carbon by sp2s sharing of the electrons. അതായത് sp2ലെ നമ്മുടെ s ഓർബിറ്റൽസുകളായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസുകളെ ഷെയർ ചെയ്യുന്നത്. ഇനി ഒരു sp2 ഹൈബ്രിഡ് കാർബൺ എന്ത് ചെയ്യുന്നു, COH ഗ്രൂപ്പുകളുമായിട്ടും സിഗ്മ ബോണ്ട് ബൈ sp2 sp3 ഹൈബ്രിഡൈസേഷൻ ആണെന്ന് നമുക്കിവിടെ പറയുന്നുണ്ട്. sp2 sp3 ഹൈബ്രിഡൈസേഷനിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാർബൺ ഓക്സിജൻ ഹൈബ്രിഡൈസേഷൻ എന്നുള്ള രീതിയിൽ കാർബൺ ഓക്സിജൻ പോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്കത് വരുന്നത്. ഒരു കാർബൺ ഓക്സിജൻ എന്നുള്ള രീതിയിലായിരിക്കും ഇവിടെ പോകുന്നുണ്ടാവുക. ഓക്സിജൻ ഓഫ് ദി sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം sp3s ഉം sigma bond with a hydrogen and 2 pair of the electrons remains in an unshared manner. എന്ത് ചെയ്യുന്നു, 2 ഇലക്ട്രോൺസുകൾ ഒന്നും 2 pair of ഇലക്ട്രോൺസുകളൊന്നും എന്ത് ചെയ്യുന്ന ഷെയർ ചെയ്യാതെ ഇങ്ങനെ നിൽപ്പുണ്ട്. സിമിലർലി റിമൈനിങ് sp2 ഹൈബ്രിഡ് കാർബൺ ഫോം sp2 അതായത് ബാക്കി കിടക്കുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ത് ചെയ്യുന്നു, sp2 ഹൈബ്രിഡൈസേഷനിലോട്ടും കാർബൺ സിഗ്മ ബോണ്ടുകൾ ഈ ഒരു കാർബോക്സിലിക് കാർബണുമായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. കാർബോക്സിലിക് കാർബൺ അതായത് നമ്മുടെ sp2 ഹൈബ്രിഡൈസേഷനിൽ പോയിരിക്കുന്ന ഈ ഒരു കാർബോക്സിലിക് എന്ത് വരുന്നുണ്ട്, sp2 ഹൈബ്രിഡൈസേഷനിൽ പോകുന്ന എന്താ
sp2 ഹൈബ്രിഡൈസേഷനിൽ പോകുന്ന നമ്മുടെ ഈ ഒരു കാർബോക്സിലിക് കാർബൺ എന്ത് ചെയ്യുന്നു, എഗെയിൻ ലിങ്ക് ചെയ്ത് ഒരു sp2 ഹൈബ്രിഡ് ഓക്സിജൻ ആയിട്ട് സിഗ്മ ബോണ്ടുകൾ വഴി എന്ത് ചെയ്യുന്നു, വരികയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് p ഓർബിറ്റൽസിൽ ഒരു പൈ ബോണ്ടുകളും വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ sp2 hybrid carbon is also attached to that of the sp3 hybrid oxygen by the sigma bond, by which in turn attached to that of the hydrogen by the sp3. sp3യിലെ ഹൈഡ്രജനും അതേപോലെ തന്നെ ഓക്സിജനുമായിട്ടൊക്കെ sp2 hybrid ഓക്സിജനുമായിട്ടൊക്കെ നമ്മൾ റിയാക്ഷൻ, അതായത് ഹൈബ്രിഡൈസേഷൻ കയറിയിട്ടാണ് ഇവിടെ പോകുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് യൂസസ് പറയുന്നുണ്ട് അല്ലേ. ഒന്നെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ മീഥൈൽ സാലിസിലേറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദാറ്റ് ഓഫ് ദി റുമാറ്റിക് പെയിൻസിന് വേണ്ടിയിട്ടുള്ളതിന്. അതുപോലെ തന്നെ സോഡിയം സോൾട്ട്, നമ്മുടെ റുമാറ്റിക് ഫീവർ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സോഡിയം സോൾട്ടുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ഇറ്റ്സ് ഡെറിവേറ്റീവ് ഫീനൈൽ സാലിസിലേറ്റ് എന്ത് ചെയ്യുന്നു, അത് നമ്മുടെ ഇൻഡസ്ട്രീനൽ ആന്റിസെപ്റ്റിക് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. മുഴുവനും നമ്മുടെ ഒരു മെഡിസിനൽ പർപ്പസസ് എന്നുള്ള രീതിയിലാണ് ഈ സാലിസിലിക് ആസിഡ് പോകുന്നത്. And its derivative acetyl salicylic acid is known as aspirin, which is again used as a medicine to relieve the pain and also blood thinner to prevent the blood clotting in the vein and the arteries. So ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സാലിസിലിക്കിന്റെ മെയിൻ ആയിട്ടുള്ള യൂസസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാർബോക്സിലിക് ആസിഡിന്റെ അസിഡിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ കാർബോക്സിലിക് ആസിഡിന്റെ അസിഡിറ്റി പോകുന്നതെന്നുള്ള രീതിയിലാണ്, അതായത് ആ ഒരു ആസിഡ് നേച്ചർ എങ്ങനെയാണ് വരുന്നതെന്നാണ് പറയുന്നുണ്ടാവുക. സോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ എടുക്കുന്ന സമയത്തും ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാർബോക്സിലിക് ആസിഡുകളുടെ അസിഡിറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. അസിഡിറ്റി ഓഫ് ദി കാർബോക്സിലിക് ആസിഡ്. സോ അപ്പം ഇതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലോ, നമ്മുടെ ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിലുള്ള ഓക്സിജൻ ആറ്റംസിൽ ഒരു പോസിറ്റീവ് ചാർജിൻ്റെ പ്രസൻസ് വരുന്നുണ്ട്. സോ അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നു, ദർ വുഡ് ബി എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ഇലക്ട്രോൺ പെയർ ഓഫ് ദി OH ബോണ്ട് ടുവേഴ്സ് ദാറ്റ് ഓഫ് ദി ഓക്സിജൻ ആറ്റം. നമ്മുടെ ഓക്സിജൻ ആറ്റത്തിന് അടുക്കലേക്ക് ഇലക്ട്രോണിൻ്റെ പെയർ നമ്മുടെ OH ബോണ്ടിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, OH ബോണ്ടിൽ ഇലക്ട്രോൺ പെയറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട്. സോ ഇത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ദിസ് വുഡ് ഫെസിലിറ്റേറ്റ് ദ റിലീസ് ഓഫ് ദി ഹൈഡ്രജൻ ആസ് എ പ്രോട്ടോണായിട്ട് ഹൈഡ്രജനെ റിലീസ് ചെയ്യാനായിട്ട് ഇതൊരു റീസണായി മാറുന്നുണ്ട്. നമ്മൾ ആ ഒരു സ്ട്രക്ചർ നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. RCOH ഗ്രൂപ്പ് നമ്മുടെ കാർബോക്സിലിക് ആസിഡിനെ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ സിംഗിൾ ബോണ്ട് കിടന്നെടുത്തുന്നതിൻ്റെ ഡബിൾ ബോണ്ടായിട്ടും ഇലക്ട്രോൺ ട്രാൻസ്ഫർ വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു, സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ടായിട്ടും അതേസമയം ഡബിൾ ബോണ്ട് ഇരുന്നിടത്തെല്ലാം സിംഗിൾ ബോണ്ടായിട്ടും മാറുന്നത് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോണ്ട് ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. 127 ബോണ്ട് ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. പ്ലസ് നമ്മുടെ ഹൈഡ്രജൻ അയോണുകൾ എന്ത് ചെയ്തു, ഒരു പ്രോട്ടോണായിട്ട് റിലീസ് ചെയ്യുന്നതും കൂടി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. ഈ ഒരു പോർഷനിൽ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹൈഡ്രജൻസ് ഒരു പോസിറ്റീവ് ചാർജോട് കൂടി നമ്മുടെ പ്രോട്ടോണായിട്ട് പുറത്തേക്ക് പോകുന്നതും കാണാൻ പറ്റുന്നുണ്ട്. സോ സച്ച് റിസണിങ് സ്ട്രക്ചേഴ്സ് ആർ നോട്ട് പോസിബിൾ ഇൻ ആൽക്കഹോൾസ്. പക്ഷേ ഈ ഒരു സ്ട്രക്ചർ എന്തിൽ പറ്റുന്നുണ്ടാവില്ല, നമ്മുടെ ആൽക്കഹോൾസിൽ ഇത് ഓക്കെ ആവാറില്ല. ദ പ്രോട്ടോൺ ഇൻ ആൽക്കഹോൾസ് വുഡ് ബി റിലീസ്ഡ് വിത്ത് ഗ്രേറ്റർ ഡിഫിക്കൽട്ടി ആൻഡ് ദെയർഫോർ ആൽക്കഹോൾസ് ആർ ആക്ച്വലി വീക്കർ ആസിഡ്സ് ആൻഡ് ദാറ്റ് ഓഫ് ദി കാർബോക്സിലിക് ആസിഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാർബോക്സിലിക് ആസിഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ആൽക്കഹോൾസ് എങ്ങനെയായിരിക്കും, ഒരു വീക്കർ ആയിട്ടുള്ള ആസിഡുകളായിട്ടാണ് നമ്മൾ പറയുന്നുണ്ടാവുക. സോ ഇതിന് നമ്മുടെ ആ ഒരു റിസൾട്ടിംഗ് ആയിട്ടുള്ള കാർബോക്സിലേറ്റ് ആനിയോൺ ആണ് എന്ത് ചെയ്യുന്നത്, ഈസ് ഓൾസോ റെസണേറ്റ് ദി സ്റ്റെബിലൈസിങ് ദിസ് ഷോൺ ബിലോ. അതായത് നമ്മുടെ ആ ഒരു റെസണൻസ് സ്ട്രക്ചർ, നമ്മുടെ ആ ഒരു റെസണൻസ് ഹൈബ്രിഡ് ആവുന്നത് നമുക്ക് കാണിക്കുന്നുണ്ട് അല്ലേ. എങ്കിൽ നമ്മുടെ നേരത്തെ ഈ സ്ട്രക്ചർ തന്നെയാണ് പറയുന്നത്. നമ്മുടെ ആ ഒരു റെസണൻസ് ഹൈബ്രിഡ് വരുമ്പോഴത്തേക്കും OH എന്നുള്ള രീതിയിൽ നമുക്ക് മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഈ ഒരു രണ്ടാമത്തെയും അതുപോലെ തന്നെ മൂന്നാമത്തെയും നാലാമത്തെയും റിസണൻസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇക്വലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ദ റിസണൻസ് എനർജി ഓഫ് ദി കാർബോക്സിലേറ്റ് ആനിയോൺ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി അൺഡിസോസിയേറ്റഡ് കാർബോക്സിലിക് ആസിഡ്. നമ്മുടെ ഡിസോസ് ചെയ്ത് പോകാത്ത കാർബോക്സിലിക് ആസിഡിനെക്കാളും റിസണൻസ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ കോമൺ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു കാർബോക്സിലേറ്റ് ആനിയോണിനുണ്ട്. സോ ഇൻ അതർ വേർഡ്സ് നമുക്കിതിനെ പറയാം, ലോസ് ഓഫ് പ്രോട്ടോൺ ഫ്രം എ കാർബോക്സിലിക് ആസിഡ് ഗീവ് എ മോർ സ്റ്റേബിൾ സ്ട്രക്ചർ ആൻഡ് ദിസ് അക്കൗണ്ട് ഫോർ ആൻ ഈസി റിലീസ് ഓഫ് ദി പ്രോട്ടോൺ ഫ്രം ദാറ്റ് ഓഫ് ദി കാർബോക്സിലിക് ആസിഡ്. അതായത് നമ്മുടെ കാർബോക്സിലിക് ആസിഡിൽ പ്രോട്ടോണുകൾ ലോസ് ആവുന്നുണ്ട് അല്ലേ. അതെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്ട്രക്ചറിനെ കുറച്ചുകൂടി സ്റ്റേബിൾ ആക്കാനും അതേസമയം എന്ത് ചെയ്യുന്നു, ദിസ് അക്കൗണ്ട് ഫോർ ആൻ ഈസി റിലീസ് ഓഫ് ദി പ്രോട്ടോൺ. അതായത് നമ്മുടെ കാർബോക്സിലിക് ആസിഡിലുള്ള പ്രോട്ടോണുകളെ വളരെ പെട്ടെന്ന് തന്നെ റിലീസ് ഔട്ട് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഷുഡ് ഹാവ് എ സെയിം സിംഗിൾ ബോണ്ട് ക്യാരക്ടർ ആൻഡ് ഹെൻസ് ഇറ്റ്സ് ബോണ്ട് ആംഗിൾ ഷുഡ് ബി ഗ്രേറ്റർ
ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി പ്യുവർ കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട്. അതുകൊണ്ട് തന്നെയും ഇതിൻ്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് നമ്മുടെ പ്യുവർ ആയിട്ടുള്ള ഒരു കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ടിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിരിക്കും. സിമിലർലി ദ COH bond should possessing some double bond character and hence its length should be less than that of the pure carbon oxygen single bond. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെയും ഒരു രീതിയിൽ ഇവിടെ പറയുന്നുണ്ട്. കാർബൺ ഓക്സിജൻ ബോണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് വരുന്നത് സം ഡബിൾ ബോണ്ട് ക്യാരക്ടർ ആയിരിക്കും. ആൻഡ് ഹെൻസ് ഇറ്റ്സ് ലെങ്ത് വിൽ ബി എങ്ങനെയായിരിക്കും? ഷുഡ് ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി പ്യുവർ കാർബൺ ഓക്സിജൻ സിംഗിൾ ബോണ്ട്. ആൻഡ് ദെൻ എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻസ് ഓൾസോ കൺഫേംഡ് ദിസ് ഫാക്ട്. അതായത് നമ്മുടെ ഈ ഒരു ഫാക്ട് ആയിട്ടാണ് ഇത് പറയുന്നത്. അല്ലാതെ എക്സ്പെരിമെൻ്റലിയും ഇതെന്ത് ചെയ്തിട്ടുണ്ട്? കൺഫേം ചെയ്തിട്ടുണ്ട്. അസറ്റിക് ആസിഡ് എക്സാമ്പിൾ കണ്ടെയ്നിങ് എങ്ങനെയായിരിക്കും? കാർബൺ ഓക്സിജൻ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ 134ഉം അതേസമയം നമ്മൾ പ്യുവർ ആയിട്ടുള്ളൊരു കാർബൺ ഹൈഡ്രോക്സിൽ അതായത് നമ്മുടെ OH ഗ്രൂപ്പിൻ്റെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 140 ആയിരിക്കും. കാർബൺ ഓക്സിജൻ ബോണ്ട് ലെങ്ത് നമ്മുടെ സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ടിൽ വരുന്ന സമയത്ത് 124ഉം ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് ലെങ്ത്തിനേക്കാളും കുറച്ചുകൂടി ഉയരെയായിരിക്കും, അതായത് ഗ്രേറ്റർ ദാൻ ആയിരിക്കും. And then also, since the resonance hybrid of the carboxylate anion involves two equivalent contributing structures 3 and 4, the negative charge on the carboxylate anion can be located at either of side of the oxygen. നമ്മുടെ ഓക്സിജൻ്റെ രണ്ട് സൈഡിലും എന്ത് ചെയ്യുന്നു? കാർബോക്സിലേറ്റ് ആനിയോൺ നെഗറ്റീവ് ചാർജിലുള്ള ആനിയോൺ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് the carbonate carboxylate anion is thus bonded to each of the carbon oxygen atom literally by 1.5 of the bond as depicted in that of the fifth structure. നമ്മുടെ ആ ഒരു ഫിഫ്ത്ത് സ്ട്രക്ചർ നോക്കി അറിയാൻ പറ്റും, അതല്ലേ? പകുതിയായിട്ട് 1.5 ആയിട്ടാണ് കിടക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ in the view of the above fact, it is obvious that both the carbon oxygen bond in the carboxylate ion should have the same bond length which should be in between that of the length of the pure carbon oxygen. അതുപോലെ തന്നെ പ്യുവർ കാർബൺ ഓക്സിജൻ്റെയും നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഡബിൾ ബോണ്ടിലും സിംഗിൾ ബോണ്ടിലും വരുന്ന ആ ഒരു ബോണ്ട് ലെങ്ത് കാണിക്കുന്നുണ്ട്, അല്ലേ? ഡബിൾ ബോണ്ട് വരുമ്പോൾ 121ഉം അതേസമയം സിംഗിൾ ബോണ്ടിൽ പോകുമ്പോൾ 140 ആയിട്ടാണ് പറയുന്നത്. And this is actually found by experimental fact. Acetate ion, for example, containing 2 carbon oxygen bond, അവിടെ ഈക്വൽ ലെങ്തിലാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്? ആ ഒരു ലെങ്ത് പോകുന്നത്. As a double bond character of the carbon oxygen bond in carboxylate acid and carboxylates എങ്ങനെയായിരിക്കും? ഈസ് റെഡ്യൂസിങ് കൺസിഡറബിളി, അതായത് പതിയെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്ത് പറയുന്നുണ്ട്? ദ കാർബോക്സിലിക് ആസിഡ് ആൻഡ് കാർബോക്സിലേറ്റ് ഡു നോട്ട് ഷോ ദി റിയാക്ഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി കാർബണൈൽ ഗ്രൂപ്പ്. നമ്മുടെ കാർബണൈൽ ഗ്രൂപ്പിൻ്റെ റിയാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യില്ല? നമ്മുടെ കാർബോക്സിലേറ്റ് കാണിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കാർബോക്സിലിക് ആസിഡ് ഡു നോട്ട് ഫോർ ഓക്സമൈൻസ്, അതുപോലെ തന്നെ ഫീനൈൽ ഹൈഡ്രോസോൺസ്, സെമി കാർബോസോൺസ്, ഇതൊന്നും എന്ത് ചെയ്യില്ല? നമ്മുടെ ഓക്സാലിക് ആസിഡുകൾ ഫോം ചെയ്യിക്കില്ല. അതേസമയം വിച്ച് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ആൽഡിഹൈഡിക് ആൻഡ് കീറ്റോണിക് കാർബണൈൽ ഗ്രൂപ്പായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എഫക്റ്റ് ഓഫ് ദി സബ്സ്റ്റിറ്റ്യൂവൻസ് ഓൺ ദി ആസിഡ് സ്ട്രെങ്ത് ഓഫ് മോണോ കാർബോക്സിലിക് ആസിഡിൻ്റെ കേസാണ്. നമ്മൾ ആ ഒരു ടേബിൾ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഓരോ അലീഫാറ്റിക് ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ്സിൻ്റെയും വാല്യൂ നമ്മൾ കൊടുത്തു പോകുന്നുണ്ട്. സോ ഇതിൽ ഇവൻച്വലി സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആസിഡ്സ് ലൈക്ക്, അതായത് നമ്മുടെ ഓരോ ആസിഡിൻ്റെ നോക്കുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ഡിഫറൻ്റ് ആയിട്ടുള്ള വാല്യൂസ് അതിനകത്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ? അപ്പം നമ്മളൊരു ഫോമിക് ആസിഡും അസറ്റിക് ആസിഡും എടുത്താൽ എങ്ങനെയായിരിക്കും? അസറ്റിക് ആസിഡ് ഈസ് വീക്കർ ആസിഡ് ദാൻ ദാറ്റ് ഓഫ് ദി ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അസറ്റിക് ആസിഡ് കുറേ കൂടി എങ്ങനെയായിരിക്കും? ഒരു വീക്കർ ആയിട്ടുള്ളൊരു ആസിഡായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതിനൊരു എക്സ്പ്ലനേഷൻ പോകുന്നുണ്ട്. ദ അസിഡിറ്റി ഓഫ് എ കാർബോക്സിലിക് ആസിഡ് ഈസ് ഡ്യൂ ടു ദി സ്ട്രോങ് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഓഫ് ഇറ്റ്സ് ആനയോൺ. അതായത് നമ്മുടെ കാർബോക്സിലേറ്റ് ആസിഡുകളുടെ അസിഡിറ്റി എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ആ ഒരു ആനയോണിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ കാരണമാണ്. The factors which stabilize the carboxylate anion more should enhance, and the factors which make the anion less stable should decrease the acidity. അതായത് നമ്മുടെ ഈ ഒരു സ്റ്റേബിലിറ്റീനനുസരിച്ച് അസിഡിറ്റി കൂടുന്നതും കുറയുന്നതും പറയുന്നുണ്ട്. ഇലക്ട്രോൺ releasing substituents would obviously intensify the negative charge of the carboxylate anion and destabilize it, therefore should decreasing the acidity. സ്റ്റെബിലൈസേഷൻ ഉള്ള സമയത്ത് അസിഡിറ്റി കൂടുതലും അതേസമയം ഡീസ്റ്റെബിലൈസേഷൻ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? അസിഡിറ്റി കുറയുകയും ചെയ്യുന്നുണ്ട്.
Conversely, electron withdrawing substituent should disappear the negative charge on the anion, stabilize it and hence increasing the acidity of the carboxylic acid. So ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ വീണ്ടും നമുക്ക് ഓരോന്നിൻ്റെയും കാണിക്കുന്നുണ്ട് അല്ലേ. സോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു അസറ്റിക് ആസിഡ് എടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓരോന്നിൻ്റെയും ഇലക്ട്രോൺ വിഡ്രോയിങ് നമ്മുടെ ക്ലോറിനിലൊക്കെ നടക്കുന്നത് കാരണം ഇതിനകത്ത് മച്ചായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ നോർമലായിട്ടുള്ള ഒരു ആസിഡിനെക്കാളും എന്ത് ചെയ്യുന്നുണ്ട്, ആസിഡിറ്റിൻ്റെ കാര്യത്തിലൊക്കെ. അതായത് ഈ ടേബിളിനെ ഡയറക്റ്റ്ലി ഈ ഒരു ടേബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രം പറയുന്ന പോർഷൻസ് ആണ് ഈ പറഞ്ഞു പോകുന്നത് കേട്ടോ. സോ ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ CH3COH ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടെയ്നിങ് ദ ഇലക്ട്രോൺ റിലീസിങ് മീഥൈൽ ഗ്രൂപ്പ് ഈസ് ആക്ച്വലി എ മച്ച് വീക്കർ ആസിഡ് ദാൻ ദാറ്റ് ഓഫ് ദി ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡിനെ വെച്ച് നോക്കുമ്പോൾ ഇതെന്താണ്, ഈ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത് എന്തായിരിക്കും, കുറച്ചുകൂടി വീക്കർ ആയിട്ടുള്ളൊരു ആസിഡ് ആയിരിക്കും. സിമിലർലി മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആസിറ്റിക് ആസിഡ്സ് ആർ വീക്കർ ആസിഡ് ദാൻ ദാറ്റ് ഓഫ് ദി അസറ്റിക് ആസിഡ്. അതായത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂൻസ് വരുന്ന സമയത്ത് നമ്മുടെ നോർമലി ഉള്ള ആ ഒരു ആസിഡിനേക്കാളും സബ്സ്റ്റിറ്റ്യൂൻസ് വരുന്ന സമയത്ത് എന്തായിരിക്കും, അതിന് കുറച്ചുകൂടി വീക്കർ ആയിട്ടുള്ള അസിഡിറ്റി ആയിരിക്കും പോകുന്നുണ്ടാവുക. അതിനകത്ത് അതേപോലെ നമുക്ക് വേറൊരു പോർഷനും കൂടെ പറയുന്നതാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഡിക്രീസിങ് റാപ്പിഡ്ലി വിത്ത് ഡിസ്റ്റൻസിനനുസരിച്ച് നമ്മുടെ ഇൻഡക്റ്റീവ് എഫക്റ്റ് കുറയുന്നുണ്ട് അല്ലേ. നമുക്ക് ആൽഫ ബീറ്റ അതുപോലെ തന്നെ ഗാമ ക്ലോറോ ബ്യൂട്ടാറിക് ആസിഡ്സുകളുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ട്രെങ്ത് എന്തായിരിക്കും, ഒരു സെയിം ആയിട്ട് ഡിക്രീസിങ് ഓർഡറിലോട്ട് പോകുന്നുണ്ട്. അതായത് നമ്മുടെ ആൽഫ ക്ലോറോ ബ്യൂട്ടാറിക് ആസിഡ് ഇസ് അബൌട്ട് 10 times സ്ട്രോങ്ങർ ദാൻ ദാറ്റ് ഓഫ് ദി എൻ ബ്യൂട്ടാറിക് ആസിഡ്. എൻ ബ്യൂട്ടാറിക് ആസിഡിനേക്കാളും എന്താണ് 10 മടങ്ങ് കൂടുതലായിരിക്കും നമ്മുടെ ആൽഫ ക്ലോറോ ബ്യൂട്ടാറിക് ആസിഡിൻ്റെ സ്ട്രോങ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് പറയുന്നുണ്ട്. സോ ആൻഡ് എന്താ ഗാമ ക്ലോറോ ബ്യൂട്ടാറിക് ആസിഡ് ഈസ് സ്റ്റിൽ ലെസ് സ്ട്രോങ് ആസിഡ്. അതായത് അതിനേക്കാളും കുറവാണ്, പക്ഷേ ഇതെപ്പോഴും എന്തായിരിക്കും, ഒരു സ്ട്രോങ് ആസിഡ് ആയിട്ടാണ് പറയുന്നത്. ദിസ് ഈസ് എവിഡൻറ്റ് ഫ്രം ദി ഫോളോവിങ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി നമ്മുടെ ആ ഒരു ഗാമ ക്ലോറോ ബ്യൂട്ടാറിക് ആസിഡിൻ്റെ ആ ഒരു റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി ഇത് അറിയാൻ പറ്റുന്നുണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമ്മുടെ നോർമലി ഇങ്ങനെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ എന്നൊക്കെ പറയില്ലേ, ആ സെയിം സാധനം തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ആസിഡ് സ്ട്രെങ്ത്തിൽ പോകുന്ന സമയത്ത് ആ ഒരു ഇൻഡക്റ്റീവ് എഫക്റ്റ് കാരണം എങ്ങനെ ഇതിൻ്റെ ഡിക്രീസിങ് ഓർഡർ പോകുന്നുണ്ടെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, സോ അപ്പം നമുക്ക് നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ എഫക്റ്റ് ഓഫ് ദി സബ്സ്റ്റിറ്റ്യൂവൻസ് ഓൺ ദി ആസിഡ് സ്ട്രെങ്ത് ഓഫ് ദി അറോമാറ്റിക് കാർബോക്സിലിക് ആസിഡിൻ്റെ കേസുകളാണ് നമുക്ക് നെക്സ്റ്റ് പറയാനായിട്ടുള്ളത്. സോ ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, ന്യൂക്ലിയർ സബ്സ്റ്റിറ്റ്യൂവൻസ് ഹാവ് എ മാർക്ഡ് എഫക്റ്റ് ഓൺ ദി ആസിഡിറ്റി ഓഫ് ദി ബെൻസോയിക് ആസിഡ്. അതായത് നമ്മൾ ഈ ഒരു ടേബിൾ വെച്ചിട്ടാണ് എഗെയിൻ നമുക്ക് വരുന്നത്, ആ ഒരു വാല്യൂസ് നമ്മൾ ഈ ഒരു ടേബിൾ വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഇലക്ട്രോൺ റിലീസിംഗ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്. ഇറ്റ് should intensify the negative charge of the carboxylate anion and destabilize it and thus decreasing the acidity. ഇതാണ് സ്റ്റെബിലൈസേഷൻ കുറയ്ക്കുന്നത് കാരണം ഈ ഒരു ഇലക്ട്രോൺ റിലീസിങ് സബ്സ്റ്റിറ്റ്യൂവൻസിനുള്ള ആ ഒരു ഇൻറ്റൻസിഫൈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു, നേരെ അതിൻ്റെ സ്റ്റെബിലൈസേഷൻ കുറയ്ക്കുന്നുണ്ട്. അതോടുകൂടി നമുക്ക് അസിഡിറ്റി എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. സ്റ്റെബിലൈസേഷൻ കുറയുമ്പോൾ ഒബിയസ്ലി എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അസിഡിറ്റി എന്ന് പറയുന്ന സാധനവും കുറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടേബിൾ വെച്ചിട്ടാണ് ഇതെല്ലാം പറയുന്നുണ്ടാവുക അല്ലേ. ഇനി ഇറ്റ് ഷുഡ് ഡിസപ്പിയർ ദ നെഗറ്റീവ് ചാർജ് ഓഫ് ദി കാർബോക്സിലേറ്റ് ആനോൺ, സ്റ്റെബിലൈസ് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി ഇൻക്രീസിങ് ദി അസിഡിറ്റി ഓഫ് ദി പാരന്റ് ബെൻസോയിക് ആസിഡ്. അതായത് നമ്മുടെ ഈ കാർബോക്സിലേറ്റ് ആനോണുകൾ സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു ബെൻസോയിക് ആസിഡിൻ്റെ അസിഡിറ്റി എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത്, അതായത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു അനോമലസ് എഫക്റ്റും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ടാവുക. അതിൽ നമ്മൾ അനോമലസ് എഫക്റ്റ് ഓഫ് ദി ഹൈഡ്രോക്സി ആൻഡ് ആൽക്കോക്സിയൽ സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ നമ്മുടെ ഒരു പാരാ ഐസോമേഴ്സ് ഉണ്ട് അല്ലേ, ദേ ആർ ദി വീക്ക് ആസിഡ് ആസ് എക്സ്പെക്റ്റഡ്. ആൻഡ് ദെൻ ഓർത്തോ ആൻഡ് മെറ്റാ ഐസോമേഴ്സ് എങ്ങനെയായിരിക്കും, സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ് ആയിരിക്കും. നമ്മുടെ ബെൻസോയിക് ആസിഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി എങ്ങനെയായിരിക്കും, സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ് ആയിരിക്കും. ആൻഡ് ആസിഡ്സ് ഓഫ് ദി മെറ്റാ ആൻഡ് പാരാ ഐസോമേഴ്സ് ക്യാൻ ബി റാഷണലൈസ്ഡ് as ഫോളോവിങ്. എങ്ങനെയായിരിക്കും, OH ആൻഡ് OCH3 ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ്സ് ആർ ഇലക്ട്രോൺ റിലീസിങ് ഡ്യൂ ടു ദി റെസൊണൻസ് effect of the unshared pairs of electrons on the oxygen. അതായത് നമ്മുടെ ഓക്സിജനിലെ അൺഷെയർഡ് ആയിട്ടുള്ള പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടല്ലേ, അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇലക്ട്രോൺ റിലീസിങ് കാരണം ആ ഒരു റെസൊണൻസ് എഫക്റ്റും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ബട്ട് ദേ ഹാവ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആൻഡ് ഓൾസോ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓക്സിജൻ. അതായത് അതേസമയം എന്തും കൂടി പറയുന്നുണ്ട്, ഈ നമ്മുടെ ഇൻഡക്റ്റീവ് എഫക്റ്റ് പറയുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും, നമ്മുടെ ഹൈ ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് ഓക്സിജൻ്റെ പ്രസൻസിലാണ് അത് നമ്മൾ പറഞ്ഞു പോകുന്നത്. പോസിബിളി ആസിഡ് വീക്കണിങ് ഇലക്ട്രോൺ റിലീസിങ് റെസൊണൻസ് എഫക്റ്റ് എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഔട്ട് വെയിങ് ദ ആസിഡ് സ്ട്രെങ്തനിങ് ഓഫ് ദി ഇലക്ട്രോൺ വിഡ്രോയിങ് ഇൻഡക്റ്റീവ്
effect in the para isomers. So the para hydroxyl and para methoxy benzoic acids എങ്ങനെയായിരിക്കും നമ്മുടെ നോർമൽ ആയിട്ടുള്ള, അതായത് പാരയും ഓർത്തോയൊക്കെ എങ്ങനെയാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബെൻസോയിക് ആസിഡിനെക്കാളും കുറച്ചുകൂടി വീക്കർ ആയിരിക്കും. ഇനി മെറ്റ എങ്ങനെയായിരിക്കും? മെറ്റ ഐസോമേഴ്സ് ആൻഡ് റെസൊണൻസ് എഫക്ട് ഓഫ് ദ cannot be operate and the acid strengthening electron withdrawing inductive effect alone takes part. സോ ഇതിൽ കണ്ടോ ആ ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോന്നിൻ്റെയും ആ ഒരു പൊസിഷൻ വെച്ച് പോകുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ പറയുന്നതാണ് നമ്മുടെ ഓർത്തോ എഫക്റ്റിൻ്റെ കേസ് പറയുന്നുണ്ട് അല്ലേ. സോ ദ ഓർത്തോ സബ്സ്റ്റിറ്റ്യൂവൻസ് ഹാവ് ആൻ ആസിഡ് സ്ട്രെങ്തനിങ് എഫക്റ്റ് ആൻഡ് ദെയർ എഫക്റ്റ് ഈസ് അൺയൂഷ്വലി ലാർജ് ആയിരിക്കും. സോ ഓർത്തോ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ബെൻസോയിക് ആസിഡ്സ് ആർ കൺസിഡറബിളി സ്ട്രോങ് ആസിഡ് ആണ്. ഇങ്ങനെ നമ്മുടെ ബെൻസോയിക് ആസിഡിനെക്കാളും സ്ട്രോങ് ആണ് നമ്മുടെ ഓർത്തോ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള ബെൻസോയിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നോ മാറ്റർ വേ ദ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നോ അങ്ങനെയൊന്നും നമ്മളൊരു പ്രശ്നമായിട്ട് ഇവിടെ പറയുന്നില്ല. ഇലക്ട്രോൺ റിലീസ് ചെയ്താലും ഇല്ലെങ്കിലും ഓർത്തോ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള ബെൻസോയിക് ആസിഡ് എന്താണ്, നമ്മുടെ നോർമൽ ബെൻസോയിക് ആസിഡിനെക്കാളും കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള സാധനമായിരിക്കും. ഇൻ ദിസ് എഫക്റ്റ് ഈസ് കാൾഡ് ഓർത്തോ എഫക്റ്റ്. അപ്പോൾ ഈ ഒരു എഫക്റ്റാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓർത്തോ എഫക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ബിലീവ്ഡ് ഡ്യൂ ടു ദി ജോയിൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് ദി ഇൻഡക്റ്റീവ് സ്റ്റെറിക് ആൻഡ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പറയുന്നുണ്ട്. അതായത് നമ്മുടെ കാർബോക്സിലിക് ആനിയോണിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂവൻസ് ഇരിക്കുന്നത് നമ്മളൊരു ഇതിൻ്റെ ഒരു റീസൺ ആയിട്ട് പറയാറുണ്ട്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്, ദിസ് എഫക്റ്റ് ഈസ് മോർ പ്രൊനൗൺസ്ഡ് ഇൻ ദ OHCl NO2 ഡ്യൂ ടു ദ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ടു അഡ്ജസൻറ്റ് ഗ്രൂപ്പ്സ്. തൊട്ടടുത്തടുത്തിരിക്കുന്ന രണ്ട് അഡ്ജസൻറ്റ് ഗ്രൂപ്പ് എന്താണ്, ഇതിൻ്റെ ഒരു ഇൻട്രാക്ഷൻ ആയിട്ട് പറയുന്നുണ്ട്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്റ്റെബിലൈസിങ് ദ ആനിയോൺ ഫോംഡ് വിയ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. നമ്മുടെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് വരുന്നില്ലേ, അതിൽ കുറച്ചുകൂടി സ്റ്റെബിലൈസേഷൻ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് എങ്ങനെയാണ്, അതിൻ്റെ ആ ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷൻ ആണ് നമുക്ക് തൊട്ട് കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ബെൻസോയിക് ആസിഡ് കിടക്കുന്നുണ്ട്, അതിൻ്റെ ഓർത്തോ പൊസിഷനിലായിട്ട് നമ്മളൊരു OH ഗ്രൂപ്പുകൾ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നമ്മുടെ ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടിൻ്റെയൊക്കെ ചേഞ്ചസ് വരുന്നതും ഒരു ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ റെപ്രസെൻറ്റേഷനും കാര്യങ്ങളും ഒക്കെ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ. സോ നമുക്ക് നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അസെൻഡ് ആൻഡ് ഡിസെൻഡ് ഓഫ് ദി ആസിഡ് ഹോമോലോഗസ് സീരീസ് ആണ്. അതായത് നമുക്ക് സ്റ്റെപ്പ് അപ്പും അതുപോലെ തന്നെ സ്റ്റെപ്പ് ഡൗണും ആണ് പറഞ്ഞേക്കുന്നത് അല്ലേ. സോ ഇപ്പോൾ ഇതിനകത്ത് എന്താ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോന്നും, അതായത് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആസിഡായിട്ടുള്ള അസിറ്റിക് ആസിഡിനെ നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് എന്തായിരിക്കും, ഇതിനൊരു ഹയർ ഹോമോലോഗ് പ്രൊപ്പനോയിക് ആസിഡായിട്ട് നമുക്ക് മാറ്റണം. അതേപോലെ തന്നെ നമ്മൾ പല രീതിയിൽ ഇത് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അസിറ്റിക് ആസിഡിനെ എടുത്തു, ആസിഡായിട്ട് നമ്മൾ അസിറ്റിക് ആസിഡിനെ എടുത്തു, അതിനെന്ത് ചെയ്യുന്നു, ട്രിറ്റിയം അലുമിനിയം ഹൈഡ്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ് നമ്മുടെ റിഡക്ഷൻ മെത്തേഡ് വഴി ചെയ്യുമ്പോൾ. ആദ്യം നമുക്ക് ഈഥൈൽ ആൽക്കഹോളും പിന്നീട് അവിടെ നിന്ന് ഈഥൈൽ അയോഡൈഡ്, അതുപോലെ തന്നെ ഈഥൈൽ സയനൈഡ് പ്രൊപ്പനോയിക് ആസിഡായിട്ട് മാറുന്നത്. പിന്നെ പ്രൊപ്പനോമൈഡ് ഹോഫ്മാൻ ഡീഗ്രഡേഷൻ ചെയ്യുന്ന സമയത്ത് ഈഥൈൽ അമീനും പിന്നെ അവിടെ നിന്ന് ഈഥൈൽ ആൽക്കഹോൾ വീണ്ടും ഓക്സിഡേഷൻ നടത്തിക്കൊണ്ട് അസിറ്റിക് ആസിഡായിട്ട് മാറുന്ന കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ദി സ്കീം ക്യാൻ ബി അപ്ലൈഡ് ഫോർ അതർ മെമ്പേഴ്സ് ഓഫ് ദി അലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ് സീരീസ്. അതായത് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, മറ്റ് അലിഫാറ്റിക് ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ് സീരീസിലും കൂടി നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. സോ ഇൻക്രീസിങ് ഇൻ ദ കാർബൺ നമ്പർ ഇസ് റെഫർ ടു as അസെൻഡിങ് ആൻഡ് ഡിക്രീസിങ് എന്തായിരിക്കും, ഡിസെൻഡിങ്ങുമായിട്ടായിരിക്കും നമുക്ക് കാണിക്കുന്നുണ്ടാവുക. സോ ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ കാർബണിൻ്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് അസെൻഡിങ്ങും അതേപോലെ തന്നെ ഡിസെൻഡിങ്ങും നടക്കുന്നുണ്ട് അല്ലേ. കാർബണിൻ്റെ നമ്പർ കുറഞ്ഞാൽ ഡിസെൻഡിങ്ങും, അതേസമയം കാർബണിൻ്റെ നമ്പർ കൂടുകയാണെങ്കിൽ അതൊരു അസെൻഡിങ്ങുമായിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. ആൻഡ് ദെൻ ലോവർ ആസിഡ്സ് ക്യാൻ ഓൾസോ കൺവേർട്ടഡ് ഇൻ ടു ഹയർ ഹോമോലോഗസ് വെയർ ആസിഡ് ക്ലോറൈഡ്. അതായത് ആസിഡ് ക്ലോറൈഡുകളിലൂടെ നമുക്ക് ലോവർ ആസിഡുകൾ എന്ത് ചെയ്യാം, ഹയറായിട്ട് മാറ്റാൻ പറ്റുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇൻ ദിസ് റിയാക്ഷൻ ആസിഡ് ക്ലോറൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് ഡൈസോ മീഥേൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, ആസിഡ് ക്ലോറൈഡുകളെ നമ്മുടെ ഡൈസോ മീഥേനുമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. ട്രീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, കൊളോയിഡൽ സിൽവറും അതേപോലെ തന്നെ അതവിടെ എന്ത് ചെയ്യുന്നു, കാർബോക്സിലിക് ആസിഡായിട്ട് മാറുക. അതായത് കൊളോയിഡൽ സിൽവറിനെ നമ്മൾ എടുക്കുന്നുണ്ട്. ഈ കൊളോയിഡൽ സിൽവർ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വിത്ത് ദ പ്രസൻസ് ഓഫ് ദി കൊളോയിഡൽ സിൽവർ ആണ് അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്യുന്നു, ഹയർ കാർബോക്സിലിക് ആസിഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു റിയാക്ഷനെ നമ്മൾ പറയുന്നൊരു പേരുണ്ട് അന്നാഡ് ഈസ്റ്റഡ് റിയാക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നുണ്ടാവുക. സോ ഇപ്പോൾ ഇവിടെ അസറ്റിക് ആസിഡിനെ കണ്ടോ, ഈ ആസിറ്റിൽ ക്ലോറൈഡ് ആയിട്ട് ആദ്യം പോകുന്നുണ്ട്, പിന്നെ അവിടെ നിന്ന് ആൽഫ ഡൈസോ അസറ്റോണായിട്ടും പിന്നീട് അവിടുത്തെ ഹയർ അതായത് ഹയർ ആയിട്ടുള്ള ഹോമോലോഗ സീരീസിലുള്ള പ്രൊപ്പനോയിക് ആസിഡായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മോണോ കാർബോക്സിലിക് ആസിഡുകളുടെ റിയാക്ഷൻസ് ആണ് പറയുന്നത്. അതിലാദ്യം നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ റിഡക്ഷൻ ടു ആൽക്കഹോളായിട്ട് എങ്ങനെ റെഡ്യൂസ് ചെയ്യാന്നുള്ള കാര്യം. ഈ ഒരു കാർബോക്സിലിക് ആസിഡുകൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സോഡിയം സോൾട്ടുമായിട്ട് എന്ത് ചെയ്യുന്നു, പ്രിഫറബിളി ദ സോഡിയം സോൾട്ട് ക്യാൻ ബി റെഡ്യൂസ്ഡ് ഡയറക്ട്ലി ടു ദ പ്രൈമറി ആൽക്കഹോൾ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിനെ പ്രൈമറി ആൽക്കഹോളായിട്ട് ഇതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ആ ഒരു പ്രസൻസിൽ നമ്മളിവിടെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡുകളുമായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ മാത്രം എന്ത് ചെയ്യുന്നുണ്ടോ, ഈ ലിഥിയം
ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡുകൾ റിഡ്യൂസിങ് ഏജൻ്റായിട്ട് മാറ്റുന്ന സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആൽക്കഹോൾസുകളായിട്ട് ഇത് മാറുന്നുണ്ടാവുക. ഇവിടെ കണ്ടോ നമ്മുടെ റിയാക്ഷൻ എടുക്കുന്നുണ്ട് അല്ലേ. RCOH ഗ്രൂപ്പുകൾ ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് RCH2Oയും അതുപോലെ തന്നെ അലുമിനിയം ലിഥിയേറ്റും ലിഥിയം അലുമിനിയം ഓക്സൈഡുകളും ഹൈഡ്രജനുമായിട്ട് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ റിയാക്ടൻസ് നമുക്ക് പ്രോഡക്റ്റായിട്ട് വരുന്നുണ്ട്. സോ ഇതിന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അതായത് നമുക്ക് ഇവിടെ കിട്ടുന്ന തന്നെ RCH2 എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒരു പ്രൈമറി ആൽക്കഹോളായിട്ട് മാറുകയാണ് ചെയ്യുന്നുണ്ടാവുക. സോ ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് NaBH4 കനോട്ട് ബി റീപ്ലേസ് ബൈ ദാറ്റ് ഓഫ് ദി ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, റീപ്ലേസ് ചെയ്യാനായിട്ട് ഈ ഒരു സോഡിയത്തിന് പറ്റുന്നുണ്ടാവില്ല. ദ ഓൾട്ടർനേറ്റീവ് ഇൻഡയറക്റ്റ് റൂട്ട്സ് ഇൻവോൾവിങ് എസ്റ്ററിഫിക്കേഷൻ ഫോളോഡ് ബൈ ദ റിഡക്ഷൻ. അതായത് നമുക്ക് ഇത് എന്ത് ചെയ്യുന്നു, ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇതിപ്പോൾ ഡയറക്റ്റായി പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എടുക്കാം അല്ലേ. അപ്പോൾ ആ ഒരു മെത്തേഡാണ് നമ്മൾ ആസിഡിനെ ഡയറക്റ്റായിട്ട് എസ്റ്ററാക്കി മാറ്റുന്ന ഒരു രീതിയും എസ്റ്ററിനെ അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റായിട്ട് നമ്മുടെ പ്രൈമറി ആൽക്കഹോളായിട്ട് മാറുന്നത് നമ്മൾ പറയുന്നുണ്ട്. നെക്സ്റ്റ് ഇതിനകത്ത് വീണ്ടും നമ്മൾ അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, കാർബോക്സിലിക് ആസിഡുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു പ്രൈമറി ആൽക്കഹോൾ ബൈ എന്ത് ചെയ്യുന്നു, പ്രൈമറി ആൽക്കഹോളായിട്ട് നമുക്ക് അതിനെ മാറ്റാം. എങ്ങനെ ഒന്നെന്ന് പറയുന്നത് കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ മെത്തേഡ്. ഹൈ പ്രഷറിൽ നമ്മൾ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ മെത്തേഡ് കൊടുക്കുന്നു. മറ്റേതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റിയാക്ഷൻ വിത്ത് ഡൈബൊറൈനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രണ്ട് റിയാക്ഷനാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അല്ലേ. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന RCOH ഗ്രൂപ്പുകൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡൈബറൈനുമായിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ആദ്യത്തേൽ കൊടുത്തിരിക്കുന്നത്. ഡൈബറൈനുമായിട്ട് റിയാക്ട് ചെയ്ത സമയത്ത് RCH2Oയും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അതേപോലെ നമുക്ക് അടുത്തൊരു പ്രൈമറി ആൽക്കഹോളായിട്ട് കിട്ടുന്നുണ്ട്. ഇനി അതേസമയം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കാറ്റലിക് ഹൈഡ്രോജനേഷൻ എടുക്കുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യുന്നു, ആൽക്കഹോളും വാട്ടറുമായിട്ട് കിട്ടിപ്പോകുന്നതും കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഡയറക്റ്റ് റിയാക്ഷൻസ് ആണ്. ഓക്കെ. സോ പിന്നെ നമുക്ക് ഡീകാർബോക്സിലേഷൻ്റെ കേസാണ്. സോ ഡീകാർബോക്സിലേഷൻ എങ്ങനെയായിരിക്കും, ബൈ സോഡാലൈമുമായിട്ട് എങ്ങനെ ഡീകാർബോക്സിലേഷൻ ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു മോണോകാർബോക്സിലിക് ആസിഡിനെ എടുക്കും. ഇതെന്ത് ചെയ്യുന്നു, ഫെയിൽ ടു അണ്ടർഗോ ഡീകാർബോക്സിലേഷൻ വിത്ത് ഹീറ്റഡ് എലോൺ. ഇതിനെ മാത്രമായിട്ട് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡീകാർബോക്സിലേഷനിലോട്ട് പോകാനായിട്ട് കുറച്ചൊന്ന് എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, ഫെയിലായിരിക്കും. ഹവർ സോഡിയം സോൾട്ട് ഓഫ് സച്ച് ആസിഡ്സ് വെൻ ഹീറ്റഡ് വിത്ത് സോഡാലൈം. അതേസമയം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സോഡിയം സോൾട്ടിനെ നമ്മൾ സോഡാലൈമുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിട്ടുകൊണ്ട് ഹൈഡ്രോ കാർബണുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കണ്ടോ, സോഡിയം അസറ്റേറ്റിനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു CH3 എന്തായി മാറി, CH4 ആയിട്ട് മാറി. മീഥേനും അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ഹൈഡ്രോ കാർബണായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. ഇനി സോഡിയം ബെൻസനേറ്റും നമ്മുടെ സോഡ ലൈമായിട്ട് വരുമ്പോഴത്തേക്കും എന്താണ്, ബെൻസീനൊക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു അതും മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മുടെ മെക്കാനിസം പറയുന്നുണ്ടല്ലേ. സോ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴേ നമ്മുടെ RCO ഡയറക്റ്റ് നമ്മുടെ മെക്കാനിസം ആയതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു, RCO എടുക്കുന്ന സമയത്ത് അവിടെ എന്തായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, കാർബണൈസേഷൻ. അതായത് R ഗ്രൂപ്പുകൾ മാത്രമായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ദെൻ നമ്മുടെ ആ ഒരു OCO എന്ന് പറയുന്ന സാധനം ഡബിൾ ബോണ്ടിൽ നമുക്ക് നിൽപ്പുണ്ട്. കണ്ടോ, ഈ Rൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഒരു HX ഏതെങ്കിലും ഒരു ഇതായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, Rഉം Hഉമായിട്ട് മാറുന്നതും X മാത്രമായിട്ട് പോകുന്നതും. അതായത് ഡീകാർബോക്സിലേഷൻ ഓഫ് ദി കാർബോക്സിലേറ്റ് ആനയോൺ ഈസ് ബിലീവ്ഡ് ടു involving the formation of carbanion followed by the reaction of the carbanion with that of a proton. Okay, so അപ്പോൾ ഇതാണ് നമുക്ക് പുതിയൊരു കാർബൺ ഹൈഡ്രജൻ ബോണ്ടായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഓക്കെ. സോ അപ്പം നമുക്ക് നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഡീകാർബോക്സിലേഷനാണ്. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഡീകാർബോക്സിലേഷൻ എന്നുള്ളതാണ് പറയുന്നത്. സോ അപ്പോൾ അതിനകത്ത് വരുമ്പോഴത്തേക്കും അരോമാറ്റിക് ആയിട്ടുള്ള ആസിഡ്സ് ഉണ്ട് അല്ലേ. അരോമാറ്റിക് ആസിഡ്സ് വിച്ച് കണ്ടെയ്നിങ് ഓഫ് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് സബ്സ്റ്റിറ്റ്യൂവൻസ്. അതായത് നമ്മൾ മെയിൻലി ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ NO2 ഗ്രൂപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ ഓർത്തോയും അതുപോലെ തന്നെ പാരാ പൊസിഷൻസും ഉണ്ട്. ഇത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഡീകാർബോക്സിലേഷനെ ഫേവർ ചെയ്യും. അതേപോലെ തന്നെ ഡീകാർബോക്സിലേറ്റ് മോണോകാർബോക്സിലിക് ആസിഡ് റാദർ ഈസിലി ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നുണ്ട്. കണ്ടോ, ട്രൈനൈട്രോ ബെൻസോയിക് ആസിഡിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ H2O ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്തായിട്ടുണ്ട്, നമുക്ക് 1,3,5 ട്രൈനൈട്രോ ബെൻസീനും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ. ഇതിൽ ഫാക്ടേഴ്സ് വിച്ച് ഇൻക്രീസിങ് ദി സ്റ്റെബിലിറ്റി ഓഫ് ദി കാർബിയോൺ ഷുഡ് നേച്ചുറലി പ്രൊമോട്ട് ദി ഡീകാർബോക്സിലേഷൻ. അതായത് നമ്മുടെ ആ ഒരു ഇൻസ്റ്റെബിലിറ്റി, നമ്മുടെ കാർബാനിയോണിൻ്റെ സ്റ്റെബിലിറ്റീനെ ഇൻക്രീസ് ചെയ്യുന്ന സാധനം എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒബിയസ്ലി അത് നമ്മുടെ ഡീകാർബോക്സിലേഷനെ നാച്ചുറലി അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. And this is borne out by the decarboxylation of the 2,4,6 ട്രൈനൈട്രോബെൻസീൻ ആയിട്ട് വരുന്നുണ്ട്.
3 ഇലക്ട്രോണുകളെ വിഡ്രോയിങ് ചെയ്യുന്നുണ്ട്. അതായത് NO2 ഗ്രൂപ്പ്സ് ഇൻ 2,4,6 ട്രൈനൈട്രോബെൻസോയിക് ആസിഡ് സ്റ്റെബിലൈസസ് ദി കാർബനിയോണിനെ എന്ത് ചെയ്യുന്നു, അത് സ്റ്റെബിലൈസ് ചെയ്യും. അതേപോലെ തന്നെ ഇത് എന്ത് ചെയ്യുന്നു, ഡീകാർബോക്സിലേഷനെ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ ദി സ്റ്റെബിലൈസേഷൻ വിൽ ബി എൻഹാൻസിങ് ദി ഡീകാർബോക്സിലേഷൻ. ഈ ഒരു സ്റ്റെബിലൈസേഷനാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ ഡീകാർബോക്സിലേഷനെ എൻഹാൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് നോക്കി നമ്മുടെ എന്തിനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഒരു ബെൻസീനിനെ നമ്മൾ വരയ്ക്കുന്നുണ്ടല്ലേ. ബെൻസീൻ റിങ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഒരു NO2 ഗ്രൂപ്പുകൾ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ എന്തുണ്ട്, നമ്മുടെ COOH ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. COH ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ നമ്മുടെ NO2 ഗ്രൂപ്പ്, ഇവിടെയും നമുക്കൊരു NO2 ഗ്രൂപ്പ് കിടപ്പുണ്ട്. ഇവിടെയും നമുക്ക് എന്തുണ്ട്, നമ്മുടെ ഒരു NO2 ഗ്രൂപ്പ് കിടപ്പുണ്ട്. ഇത് നമ്മൾ റിയാക്ഷനിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് നടക്കുന്നുണ്ടാവും, ഇവിടെ ഈ ഒരു പോർഷനിലാണ് ശരിക്കും നമുക്ക് ചേഞ്ച് വരുന്നുണ്ടാവുക, ഈ ഒരു പോർഷനിൽ. ഓക്കെ, ഈ നമ്മുടെ ബെൻസീൻ റിങ് നമ്മൾ എടുക്കുകയാണ്. സോ ഇപ്പോൾ ഇവിടെ എന്ത് വരുന്നുണ്ട്, നമ്മുടെ NO2 ഗ്രൂപ്പുകൾ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ കിടന്നിരിക്കുന്ന കാർബണിലെ ഇവിടെ എന്ത് തന്നെ വരുന്നുണ്ട്, ആ ഒരു ഡബിൾ ബോണ്ടും ഇവിടെ OH മാറി ഓക്സിജൻ മാത്രമായിട്ട് നമുക്ക് വരും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നേരത്തെ ആ ഒരു NO2 ഗ്രൂപ്പ് ഇവിടെ അതേപോലെ തന്നെ കിടപ്പുണ്ട്. ഇവിടെ എന്ത് വരുന്നുണ്ട്, നമ്മുടെ NO2 ഗ്രൂപ്പ് നിൽപ്പുണ്ട്. ഓക്കെ, ഇതിന് നമുക്കിനി എന്ത് ചെയ്യണം, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോയിക്കൊണ്ട് നമുക്ക് വീണ്ടും വരുന്നതാണ് റിയാക്ഷൻ അല്ലേ. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും നമ്മുടെ നേരത്തെ പോലെ തന്നെ വീണ്ടും നമ്മുടെ ബെൻസീൻ റിങ് വരുന്നുണ്ട്. ഈ ഒരു ബെൻസീൻ റിങ്ങിൽ ഇത് വരുന്നുണ്ട്, ഈ ഒരു പോർഷനിൽ നമ്മുടെ NO2 എന്ന് പറയുന്ന സാധനം, ഇവിടെയും നമ്മുടെ NO2 ഗ്രൂപ്പുകൾ കിടപ്പുണ്ട്. ഇവിടെ പക്ഷെ എന്ത് മാത്രമായിട്ടുണ്ട്, നമ്മുടെ നെഗറ്റീവ് അയോണ് മാത്രമായിട്ട് ഇവിടെ നിൽക്കും. എന്നിട്ട് ഇവിടെ നേരത്തെ ആ ഒരു NO2 ഗ്രൂപ്പ് അങ്ങനെ നിൽക്കും. എന്നിട്ട് നേരെ ഇതെന്ത് ചെയ്യാണ്, H+ അയോണുകളുടെ എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് നേരെ നമ്മുടെ ബെൻസീൻ റിങ് വരുന്നുണ്ടായിരിക്കും. ആ ബെൻസീൻ റിങ്ങിൽ പിന്നെ എന്ത് മാത്രമേ കാണുള്ളൂ, നമ്മുടെ NO2 ഗ്രൂപ്പുകൾ മാത്രമായിട്ട് കാണാൻ പറ്റും. ഉണ്ടോ, ഇവിടെ ഒരു NO2, ഇവിടെ ഒരു NO2, സോറി ഇവിടെ അല്ല, ഇവിടെ ഒരു NO2, ഈ ഒരു പോർഷനിൽ ഇവിടെ ഒരു NO2. ഇതായിട്ടായിരിക്കും നമ്മുടെ 1,3,5 ട്രൈനൈട്രോബെൻസീൻ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിലായിരിക്കും വരുന്നുണ്ടാവുക. നമുക്ക് നെക്സ്റ്റ് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡീകാർബോക്സിലേഷൻ ബൈ ദി കോൾസ് ഇലക്ട്രോളിസിസ് ആണ്. അത് വരുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഇൻവോൾവിങ് ദി ഇലക്ട്രോളിസിസ് ഓഫ് ദി കോൺസെൻട്രേറ്റഡ് അക്യൂസ് സൊല്യൂഷൻ ഓഫ് ദി സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ദി ആൽക്കണിക് ആസിഡ്സ് ആണ്. ഇതെന്ത് വയ്ക്കുന്നുണ്ട്, അതായത് നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അക്യൂസ് സൊല്യൂഷൻ നമ്മുടെ സോഡിയത്തിൻ്റെയോ അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ടോ നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കും നമ്മുടെ ആൽക്കോണിക് ആസിഡ്സിൽ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതായിരിക്കും നമുക്ക് ആൽക്കെയിൻസ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, സോ ഇതിൻ്റെ ആ ഒരു ഇക്വേഷൻ കണ്ടോ, RCOONA+2Na2H2O എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇലക്ട്രോളിസിസ് ചെയ്യുകയാണ്. ആ ഒരു രീതിയിൽ കിട്ടുന്നതാണ് നമുക്ക് നെക്സ്റ്റ് അവിടെ കൊടുത്തേക്കുന്നത്. നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡും അതുപോലെ തന്നെ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതിൻ്റെ ഒരു മെക്കാനിസം നോക്കാം. സോ ഇതിനകത്ത് നമ്മൾ ഇനി നമ്മുടെ മെക്കാനിസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നെടുക്കുന്നുണ്ട് ഇതിൽ നമ്മുടെ മെക്കാനിസത്തിൽ എന്ത് വരുന്നുണ്ട്,
2R ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കാർബോക്സിലിക് ആസിഡുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റിയാക്ട് ചെയ്യിക്കുന്ന രീതിയാണ് അല്ലേ. Na. ഓക്കെ, ഈ ഒരു സമയത്ത് എന്തായിട്ട് മാറുന്നുണ്ട്, ഇത് നമ്മുടെ ബാക്ക്വേർഡ് റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷനിൽ RCO ഇതും പ്ലസ് എന്തുണ്ടാവുന്നു, നമ്മുടെ സോഡിയം മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇനി വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന എന്താണ്, ഇതിനെ മാത്രമായിട്ട് നമ്മൾ റിയാക്ഷനിലോട്ട് വരികയാണ്. ഇതപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, 2 ഇലക്ട്രോൺ, ഇവിടെ നമുക്ക് 2 ഇലക്ട്രോണും കാര്യങ്ങളും വരുന്നുണ്ട്. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് എന്തായിട്ട് മാറുന്നു, 2RCO ഡബിൾ ബോണ്ട് O എന്നുള്ള രീതിയും പ്ലസ് 2R പ്ലസ് 2CO2 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനിയൊക്കെ നമുക്ക് എന്താണ്, നമ്മുടെ 2R മാത്രമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് കപ്ലിംഗ് റിയാക്ഷനിലൂടെ എന്ത് ചെയ്യുന്നു, രണ്ടും കൂടി ഒന്നായിട്ട് മാറുന്നുണ്ട്. പിന്നെ നമ്മുടെ 2Na മാത്രമായിട്ട് എടുക്കുകയാണ് അല്ലേ. സോഡിയം മാത്രമായിട്ട് എടുക്കുന്ന സമയത്തും എന്ത് തന്നെയാണ് നടക്കുന്നത്, സോ ഇതിനകത്ത് നമുക്ക് വരുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് 2Na എന്ത് ചെയ്യുന്നുണ്ട്, അതും 2 ഇലക്ട്രോണുകൾ പോയിട്ട് എന്ത് കിട്ടുന്നുണ്ട്, നമ്മുടെ സോഡിയമായിട്ടും പിന്നെ അവിടെ നിന്ന് NaOH ആയിട്ട് മാറുന്ന രീതികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമുക്ക് പറഞ്ഞു പോകുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ഡീകാർബോക്സിലേഷൻ നമ്മുടെ കോൾബ്സ് ഇലക്ട്രോളിസിസുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ടാവുക. സോ നമുക്ക് ഇതിനകത്ത് നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ റിയാക്ഷൻ വിത്ത് ഫോസ്ഫറസ് ഹാലൈഡ് ആൻഡ് തയനിയൽ ക്ലോറൈഡിൻ്റെ കേസ് പറയുന്നുണ്ട് അല്ലേ. അതിനകത്ത് നമ്മുടെ ഫോസ്ഫറസ് പെൻഡാക്ലോറൈഡ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ്, തയനിയൽ ക്ലോറൈഡ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മോണോ കാർബോക്സിലിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് ആസിഡ് ക്ലോറൈഡുള്ള റീപ്ലേസ്മെൻറ്റ് ചെയ്ത നമ്മുടെ OH ഗ്രൂപ്പിനെയും ക്ലോറിൻ ആറ്റം കൊണ്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആസിഡ് ക്ലോറൈഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ റിയാക്ഷനിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ആസിറ്റിക് ആസിഡിൻ്റെ കേസാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ആസിറ്റിക് ആസിഡിൽ COOH ഗ്രൂപ്പുകളുണ്ട്. ആ H എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫോസ്ഫറസ് നമ്മുടെ പെൻഡാക്ലോറൈഡുമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ OH ഗ്രൂപ്പ് നേരെ അങ്ങ് മാറി ആ ഭാഗത്തേക്ക് ആര് വന്നു, ഇവിടുത്തെ ഒരു OH ഗ്രൂപ്പ് മാറി ആ ഭാഗത്തേക്ക് നമുക്ക് COCl ആയി മാറുകയും ബാക്കി അവിടെ എന്താണ് POCl3യും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് മാറുന്നു. അതേപോലെ തന്നെ നമ്മുടെ ബെൻസോയിക് ആസിഡിൽ എഗെയിൻ നമ്മൾ ഈ OH ഗ്രൂപ്പിനെ മാറ്റുന്നുണ്ട് അല്ലേ. എന്നിട്ട് എന്തായിട്ടുണ്ട്, ബെൻസോയിൽ ക്ലോറൈഡായിട്ട് C6H5COCl പിന്നെ POCl3 HCl. പിന്നെ അതുപോലെ തന്നെ അസറ്റിക് ആസിഡിൽ കിടക്കുന്ന സമയത്തും അസറ്റൈൽ ക്ലോറൈഡുകളായിട്ട് മാറുന്ന OH ഗ്രൂപ്പ് മാറി CLലോട്ട് വരുന്നതും, ബെൻസോയിക്കിലുള്ള OH മാറി എഗെയിൻ CLലോട്ട് വരുന്നതും, ബെൻസോയിക് ആസിഡും തയനൈഡ് ക്ലോറൈഡും കൂടി ചേരുമ്പോഴത്തേക്കും നമ്മുടെ ബെൻസൈൽ ക്ലോറൈഡായിട്ട് ഈ ഒരു OH ഗ്രൂപ്പുകളാണ് മാറുന്നത്, CLO ആയിട്ട് വരുന്നത് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അമോണിയമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള കാർബോക്സിലിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അമോണിയമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് അമോണിയം കാർബോക്സിലേറ്റും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു ആസിഡ് അമൈഡും വാട്ടറുമായിട്ട് ഡികമ്പോസും ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു മോണോ കാർബോക്സിലിക് ആസിഡ് ഉണ്ട്. ഇത് നമ്മുടെ അമോണിയമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു അമോണിയം സോൾട്ട് ഈ ഒരു OHൻ്റെ അവിടെ നിന്ന് എന്ത് വരുന്നു, NH4 ആയിട്ട് മാറുന്നു. Hഉം ഈ ഒരു NH3 കൂടെ ചേർന്ന് NH4ഉം പിന്നെ എന്താണ് RCO NH2 എന്നുള്ള ആൽക്കനമൈഡും വെറുതെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ എക്സാമ്പിൾ പറയുന്നുണ്ട് അല്ലേ, CH3COOHും നമ്മുടെ അമോണിയമായിട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താവും, NH4 ആയിട്ട് വന്നു. അപ്പോൾ CH3CO NH2ഉം H2 ആയിട്ട് മാറും. ബെൻസോയിക് ആസിഡിലും ഈ ഒരു OHൻ്റെ കൂടെ ഈ ഒരു NH3 കൂടെ ചേർന്ന് എന്താണ് NH4 ആയിട്ട് മാറും. അമോണിയം ബെൻസോയേറ്റും ബെൻസമൈഡുമായിട്ട് നമുക്ക് മാറുന്നതായിട്ട് കാണാം. നെക്സ്റ്റ് ആണ് പറയുന്നത് നമ്മുടെ എസ്റ്ററിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. നമ്മുടെ എസ്റ്റേഴ്സിൻ്റെ സിന്തസിസ് ആണ് എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ആസിഡും ആൽക്കഹോളും തമ്മിൽ എന്ത് ചെയ്യുന്നു, ട്രീറ്റ് ചെയ്യുകയാണ്, ഏതെങ്കിലും ഒരു ആസിഡ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ടറും അതുപോലെ തന്നെ എസ്റ്ററും ഫോം ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടാവുക. ഇതിലൊരു കാർബോക്സിലിക് ആസിഡ് ഉണ്ടല്ലേ, RCOH ഗ്രൂപ്പ് എന്നുള്ളത്, അത് നമ്മുടെ ആൽക്കഹോളിൽ ഈ ഒരു H ഗ്രൂപ്പുമായിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഈ ഒരു OH മാറി നേരെ ഈ ഒരു R എന്ത് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് വരികയാണ് ചെയ്യുന്നത്. ഈ ഒരു R' അവിടെ കയറും. പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ Hഉം ഈ Hഉം കൂടി ചേർന്നിട്ട് എന്താ
എന്താവും ഇവിടുത്തെ ഓയും കൂടെ ചേർന്ന് H2O വാട്ടറുമായി എസ്റ്ററുമായി. സോ ദിസ് റിയാക്ഷൻ വിൽ ബി ഇൻവോൾവിംഗ് ദ ഇൻട്രാക്ഷൻ ഓഫ് ദി OH of the acid and H of the alcohol to form the ester and water apparent from that of the labeled oxygen of the acid which apparent in the water molecule. And this mechanism of this reaction will be discussed in the detail. അതായത് നമ്മുടെ ആസിഡ് ഡെറിവേറ്റീവ് ചാപ്റ്ററിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇത് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് നമ്മുടെ കാർബോക്സിലിക് ആസിഡും ഡൈസോമീഥേനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ പറയുന്നുണ്ടല്ലേ, RCOO. എന്നിട്ട് എന്ത് ചെയ്യുന്നു, CH2ഉം ഈ Hഉം കൂടെ ചേർന്ന് CH3യും പിന്നെ പ്ലസ് N2 എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് എടുക്കുന്നു. ഇതേപോലെ തന്നെ അസിറ്റിക് ആസിഡും ഡൈസോമീഥേനുമായിട്ട് വീണ്ടും എടുക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, ഈ COO CH3യും പിന്നെ N2 ആയിട്ട് മാറുന്നുണ്ട്. ഇൻഡയറക്ട്ലി ഒരു ആസിഡ് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്ത് എസ്റ്റേഴ്സ് ആയിട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെയും കണ്ടോ കാർബോക്സിലിക് ആസിഡ് ഉണ്ടല്ലേ, അത് SOCl2മായിട്ട് റിയാക്ട് ചെയ്ത് എന്താണ് ആസിഡ് ക്ലോറൈഡുകളായിട്ട് മാറുന്നതിൻ്റെ റിയാക്ഷൻ നമുക്ക് പറഞ്ഞു പോകുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പറയുന്നത് നമ്മുടെ HBS റിയാക്ഷനാണ്. സോ ഇപ്പോൾ നമ്മുടെ അലിഫാറ്റിക് ആയിട്ടുള്ള ആസിഡ്സ് എന്ത് ചെയ്യുന്നു, ആൽഫ ഹൈലോജനേഷൻസിൽ ആൽക്കിൽ പാർട്ട് നമ്മുടെ ക്ലോറിനോ അല്ലെങ്കിൽ ബ്രോമിനോ ആയിട്ടൊക്കെ ചേർന്നിട്ട് ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റ് നമ്മൾ എടുക്കും, ഫോസ്ഫറസ് എന്തെങ്കിലും ആയിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാവുക, അതുമായിട്ട് റിയാക്ട് ചെയ്ത് പോകുന്നതാണ് നമ്മുടെ ഹാലോജനേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല CH3COH എന്തുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്, നമ്മുടെ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഈ ഒരു CH3ക്ക് തൊട്ട് മുന്നേ ആയിട്ട് നമ്മുടെ Cl കയറും. എന്നിട്ട് ഇവിടെ എന്താണ് CH2 ആയിട്ട് ബാക്കി ഇത്രയും അവിടെ തന്നെ ഉണ്ടാവും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം, ഈ Hഉം ഇവിടുത്തെ ക്ലോറിനും കൂടെ ചേർന്നിട്ട് HCl ആയിട്ട് മാറുകയും ചെയ്യുന്നു കേട്ടോ. എന്നിട്ട് ഈ ഒരു മോണോക്ലോറോ അസറ്റിക് ആസിഡാണ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീണ്ടും നമ്മുടെ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് ഡൈക്ലോറോ ആയിട്ട് മാറും. കാരണം ഓരോന്നിലും പോകുമ്പോൾ കണ്ടോ CH2 ആയി പിന്നെ CH ആയി അത് കഴിഞ്ഞിട്ട് പിന്നെ C മാത്രമായിട്ട് മാറുന്നുണ്ട് അല്ലേ, ട്രൈക്ലോറോ അസറ്റിക് ആസിഡുകളായിട്ട് മാറുന്നുണ്ട്. എല്ലാത്തിലും നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമ്മുടെ ഹൈഡ്രോജൻ ക്ലോറൈഡിനെയും കൂടെ കിട്ടുന്നുണ്ട്. In the case of the higher aliphatic acids or side chain substitute aromatic acids, halogenation at the alpha position take place almost exclusively. ഇപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട് അല്ലേ, നമ്മൾ പ്രൊപ്പനോയിക് ആസിഡിനെ എടുത്തു, ബ്രോമിനെ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും ആൽഫ ബ്രോമോ പ്രൊപ്പനോയിക് ആസിഡും വീണ്ടും നമ്മൾ ബ്രോമിനെ എടുക്കുന്ന സമയത്ത് എന്താണോ ആൽഫ ഡൈ ബ്രോമോ പ്രൊപ്പനോയിക് ആസിഡായിട്ട് മാറും. അതുപോലെ തന്നെ ഫീമെയിൽ അസറ്റിക് ആസിഡാണ് നമ്മൾ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, ആൽഫ ക്ലോറോ ഫീനൈൽ ലാക്റ്റിക് ആസിഡായിട്ട് ഫീനൈൽ അസറ്റിക് ആസിഡായിട്ട് നമുക്ക് മാറുന്നുണ്ട്. പ്ലസ് നമ്മുടെ HCl കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആൽഫ ഹാലോജനേഷൻ റിയാക്ഷനെയാണ് നമ്മൾ HBS റിയാക്ഷൻ എന്ന് നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പോൾ ഇതിനകത്തൊരു മെക്കാനിസം പറയുന്നുണ്ട്. അതിനകത്ത് ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ ആൽഫ ഹാലോ ആസിഡുകളുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സിന്തസിന് വേണ്ടിയിട്ടൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹാലോജനേറ്റഡ് ആയിട്ടുള്ള ആസിഡ്സ് എന്ത് ചെയ്യുന്നു, അണ്ടർഗോ ടു ഫെമിലിയർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് എലിമിനേഷൻ റിയാക്ഷൻ ഇൻ ദി ആൽക്കൈൽ പാർട്ട് ടു ഗീവ് ദി വെറൈറ്റി ഓഫ് ദി സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആസിഡ്സ്. നമുക്ക് പലതരത്തിലുള്ള വെറൈറ്റിയിലുള്ള സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള ആസിഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ഈ ഒരു പോർഷൻ വഴിയാണ് കണ്ടോ. ഇന്നത്തെ ഉണ്ടോ ആൽഫ ഹൈഡ്രോക്സി പ്രൊപ്പനോയിക് ആസിഡിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കണ്ടോ ഇവിടെ നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ ബ്രോമോ പ്രൊപ്പനോയിക് ആസിഡുകളിൽ തന്നെ അക്രലിക് ആസിഡായിട്ട് മാറുന്നതും അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ആൽഫാമിനോ പ്രൊപ്പനോയിക് ആസിഡായിട്ട് മാറുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഡയറക്റ്റ് നമ്മുടെ ഇക്വേഷൻസ് ആണ് കേട്ടോ. ഈ ബ്രോമിൻ മാറി ഇവിടെ അമോണിയ കയറുന്നു കേട്ടോ. ഒരു വ്യത്യാസം മാത്രമാണ് ഇവിടെ വരുന്നത്. ഇവിടെ എന്ത് ചെയ്തു, ഈ ബ്രോമിൻ മാറുന്നതിന് നമ്മുടെ OH ഗ്രൂപ്പ് കയറുന്നു. ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൽ നോക്കി, ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ പറയുന്നത്, നമ്മുടെ ഫോസ്ഫറസ് അതായത് സ്റ്റെപ്പ് 1 പറയുന്ന സമയത്ത് സ്റ്റെപ്പ് 2 എന്താ പറയുന്നത്, ഇറ്റ് വിൽ ബി ഗീവിംഗ് ദി ആൽക്കൈൽ ഹാലൈഡ് വിത്ത് ആൻ ഹാലോജനേഷൻ ഗീവ്സ് എക്സ്ക്ലൂസീവ്ലി ആൽഫ ഹാലോ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നെന്ന് പറയുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഈ ഒരു 2Pയും 3x2 കൂടെ ചേർന്നിട്ട് എന്താണ് PX3യും അതേപോലെ തന്നെ ഈ RCH2COH വീണ്ടും ഈ ഒരു PX3യുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താവും RCH2COXും H3POXും ആയിട്ട് വരും. വീണ്ടും RCH2COX + X2 വരുമ്പോഴത്തേക്ക് എന്തായി RCHX-COX എന്നുള്ള രീതിയിൽ നമുക്ക് വരുന്ന ഒരു ആൽഫ ഹാലോ ആസിഡുകൾ ലാസ്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ.